ഏതാണ്ടൊരു രൂപ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് തോന്നിയ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നമ്മളോട് തീർച്ചയായിട്ടും ഒരു കുട്ടി പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ആർമിക്കാർ പരാതി തന്നിട്ടുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ സ്പോട്ടിൽ ഞങ്ങൾ തന്നെ സാറോട് ചോദിച്ചു, നിങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാ, കാരണം നമ്മൾ അവരെ കൂടി സഹായിച്ചു കൊടുക്കുന്നുണ്ട്, അവരതിൽ സംതൃപ്തരാണ്. അപ്പോൾ ഇവിടെ ഇയാളെ ഒരു എന്താ പറയാ ഒരു പട്ടിച്ചോ കാണിക്കുകയാണ്. ഭയന്നിട്ട് ഞങ്ങൾ പോകില്ല. ഇതിനൊരു തീരുമാനം കാണാതെ ഞങ്ങൾ ഇവിടുന്ന് പോകില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റിയിട്ടില്ലെങ്കിലും ഇവിടെ നമ്മളുണ്ടാവും നിങ്ങളുടെ കൂടെ. കാരണം നമ്മളെ ആരും വിളിച്ചിട്ടും അല്ല നമ്മൾ വന്നത്. ഇപ്പൊ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ? ഈ എം പി ഒക്കെ ഇടപെട്ടതിന് ശേഷം നിങ്ങളോട് അവിടെ വീണ്ടും തുടരാൻ നമ്മളോട് തുടരാൻ പറഞ്ഞിട്ടില്ല. നമ്മളോട് പോയിട്ടില്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ലാത്തി ചാർജ് കൂടെ നടത്താൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു മാനുഷിക ആ ഒരു പരിഗണന വെച്ച് ഞങ്ങൾ മാറിയിരുന്നു, അല്പം മാറിയിരുന്നു. രഞ്ജിത് സാറിനെ പിടിച്ച് തള്ളിയൊക്കെ ചെയ്തിട്ടുണ്ട്, വടിയൊക്കെ മുഖത്ത് കൊണ്ടിട്ടുണ്ട്. ഷഫീഖ് നസ്രുള്ള തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷഫീഖ്, അവർ പറയുന്നത് പേടിച്ച് പിന്മാറില്ല, കൂടെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ്. പക്ഷേ അരമണിക്കൂറിനുള്ളിൽ തിരിച്ചു പോകണമെന്നാണ് അവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നമ്മൾ നേരത്തെ കണ്ടതാണ്. കാർവാർ MLA യും അതുപോലെ തന്നെ MK രാഘവൻ MP ഒക്കെ അവിടെയുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ പ്രതീക്ഷിക്കാമോ? തീർച്ചയായും കാർവാർ MLAക്കാണ് ഇതിന്റെ ഏകോപനത്തിന്റെ ചുമതല നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ഏകോപന ചുമതല ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഒരാൾക്ക് ഇതിന്റെ ഏകോപന ചുമതല നൽകണം എന്ന് സൂചിപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഭരണതലത്തിൽ ഏകോപനത്തിന്റെ ചുമതല നൽകിയിട്ടുള്ളത് കാർവാർ MLAക്കാണ്. അദ്ദേഹവും അതോടൊപ്പം തന്നെ കോഴിക്കോട് MP MK രാഘവനും മഞ്ചേശ്വരം MLA AK അഷ്റഫും 3 പേരോടും ഈ മലയാളികളായ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തങ്ങളുടെ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് അരമണിക്കൂറിനകം പുറത്തു പോകാനുള്ള നിർദ്ദേശമാണ് നൽകിയത്. ബലം പ്രയോഗിച്ച് പുറത്തിറക്കും അല്ലെങ്കിൽ എന്ന് പോലീസ് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ കാർവാർ MLAയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞത് ഏറ്റവും ഉചിതമായ രൂപത്തിലുള്ള ഒരു പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാക്കും, ബന്ധപ്പെട്ടവരുമായി സംസാരിക്കും, എന്താണ് ഇത്തരം ഒരു സാഹചര്യത്തിന് കാരണം എന്നത് പരിശോധിക്കും എന്നാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അതിലൊരു തീരുമാനമുണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാർവാർ MLAയും അതോടൊപ്പം കോഴിക്കോട് MP MK രാഘവനും ഇപ്പോൾ അപകടം നടന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെയുള്ള ഉദ്യോഗസ്ഥരായിരുന്നു ഇവരോട് മാറി നിൽക്കാൻ നിർദ്ദേശം നൽകിയത്. പ്രധാനമായി 2 കാര്യങ്ങളാണ് ഇങ്ങനെ മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞത്. ഒന്ന്, അവിടെ അപകടത്തിന് സാധ്യതയുള്ള ഒരു പ്രദേശമാണ്, മണ്ണിടിച്ചൽ ഉണ്ടാവാം, ഈ മല ഇടിഞ്ഞു വരാനുള്ള ഒരു സാധ്യതയുണ്ട്, അതുകൊണ്ട് അവിടെ നിന്ന് മാറി നിൽക്കണം എന്നൊരു നിർദ്ദേശം നൽകി. അതോടൊപ്പം തന്നെ അവിടെ പ്രവർത്തനം നടക്കുന്ന കരസേനയ്ക്ക് അവിടെ ആൾക്കൂട്ടം ഉണ്ടാവുന്നത് വലിയ തടസ്സമുണ്ടാക്കുന്നു, അവരുടെ പ്രവർത്തനം സുഖകരമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നില്ല, അതുകൊണ്ട് മാറണം എന്നൊരു നിർദ്ദേശമാണ് പോലീസ് നൽകിയിരുന്നത്. എന്നാൽ തങ്ങൾ കരസേനയുമായി ആലോചിച്ച് അവർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് അവർക്ക് സഹായകമാവുന്ന സ്വഭാവത്തിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ആൾശേഷി ആൾബലം കൂടുതൽ ഉണ്ടായെങ്കിൽ മാത്രമേ അവിടെ കാര്യങ്ങൾ എളുപ്പമാവൂ. നേരത്തെ സംസാരിച്ച സന്നദ്ധ സംഘടനാ പ്രവർത്തകൻ പറഞ്ഞത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നടക്കുന്ന മണ്ണെടുത്തു മാറ്റുക, മറ്റു പ്രവർത്തനങ്ങൾ ഒക്കെ വളരെ മന്ദഗതിയിലായിരുന്നു. എന്നാൽ ഇന്ന് ഒരുപാട് ആളുകൾ, മലയാളികളായ സന്നദ്ധ പ്രവർത്തകർ എത്തിയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മണ്ണ് നീക്കാനും അവിടെ വാഹനം മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കാനും സഹായകമായിട്ടുണ്ട്. ഇന്ന് കരസേനയുടെ നേതൃത്വത്തിൽ വലിയ രൂപത്തിലുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പുഴയിലാണെങ്കിൽ നാവികസേനയുടെ നേതൃത്വത്തിലുള്ള പരിശോധന പുരോഗമിക്കുന്നുണ്ട്. കരസേനയുടെ ഏറ്റവും ആധുനികമായ ഉപകരണം ഉള്ള പരിശോധനയാണ് മണ്ണിനടിയിൽ ഏതെങ്കിലും സ്വഭാവത്തിൽ വാഹനമുണ്ടോ എന്ന പരിശോധന നടത്തുന്നത്. അത്തരം പരിശോധനയിൽ 2 ഇടത്തു നിന്നാണ് സിഗ്നൽ ലഭിച്ചത്. ആ സിഗ്നൽ ലഭിച്ച 2 ഭാഗങ്ങളിൽ കുഴിയെടുത്ത് പരിശോധന നടത്താനും വാഹനം ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു കൃത്യത വരുത്താനുമാണ് തീരുമാനിച്ചത്. അതിൽ ഒരു ഭാഗത്തുള്ള പരിശോധന പൂർത്തിയായി, അവിടെ വാഹനം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, അവിടെ നിന്ന് മണ്ണ് നീക്കൽ നടക്കുന്നുണ്ട്. 2ാമത്തെ ഭാഗത്ത് കുഴിയെടുത്ത് അവിടെ പരിശോധന പുരോഗമിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ അതിലൊരു തീരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ശരി.